That Deep Silence by Punyakant Vijayanaik. She is a Sri Lankan author, and the narrator is an old woman who can't walk. She is in a wheelchair, and she is going to be taken to a home of the aged by her daughter. So ഈ പറയുന്ന ഓൾഡ് ഏജ് ഹോമിലോട്ട് ദിസ് പെർട്ടിക്കുലർ നറേറ്റർ ഈസ് ബീങ് ടേക്കൺ ബൈ ഹർ ഡോട്ടർ. അവളുടെ ഓൺ ഡോട്ടറാണ് ഇവളെ ഓൾഡ് ഏജ് ഹോമിലോട്ട് കൊണ്ടാക്കുന്നത്. ആൻഡ് ദിസ് നറേറ്റർ ഇസ് എ വെരി ഓൾഡ് വുമൺ ഹു cannot walk and she is in a wheelchair. So at the beginning of the story, the narrator is seen sitting in the room of a single storied house. ഒരൊറ്റ നിലയുള്ള വീടിൻ്റെ ഒരു മുറിയിലാണ് ഈ പറയുന്ന നറേറ്റർ ഇരിക്കുന്നത്. ആൻഡ് ബോത്ത് ഷീ ആൻഡ് ഹർ ഹസ്ബൻഡ് ബിൽഡ് ദ ഹൗസ് ഔട്ട് ഓഫ് ദ സ്മോൾ ഇൻകം ദേ മാനേജ് ടു ഗ്യാദർ ഡ്യൂറിങ് ദെയർ യൂത്ത്. സോ അവർ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവരുടെ ചെറിയ ഇൻകം കൊണ്ട് അവരുണ്ടാക്കിയ ഒരു ചെറിയ വീടാണ്, ഒരു സിംഗിൾ സ്റ്റോറീഡ് ഹൗസാണ് ഈ പറയുന്ന നറേറ്ററിൻ്റെ. ആൻഡ് ആഫ്റ്റർ ഹർ ഹസ്ബൻഡ് ഡൈഡ് they gifted it to Rushika, their daughter. So Rushika എന്നാണ് ഡോട്ടറിൻ്റെ പേര്, and they gifted it to her. And narrator and her husband thought that Rushika will preserve this house for many years. ഇനി വരുന്ന ഫ്യൂച്ചറിലോട്ട് ഈ വീട് അവൾ പ്രിസർവ് ചെയ്യുന്നോർത്താണ് ഈ പറയുന്ന ഗിഫ്റ്റ് ഇവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. ബട്ട് നൗ റുഷിക ഇസ് ഡിമോളിഷിംഗ് ദ ബിൽഡിംഗ് ആൻഡ് ചേഞ്ചിങ് ഇൻ ടു എ 4-storied അപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രോഫിറ്റ് മോട്ടീവ്. സോ ഇപ്പോൾ റുഷിക ഡിമോളിഷ് ചെയ്യാണ് ബിൽഡിംഗ് ഫോർ മേക്കിംഗ് ഇറ്റ് എ 4-storied ഹൗസ്. 4 സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആക്കാനായിട്ട് ഷീ ഈസ് ഡിമോളിഷിംഗ് ദ ഹൗസ്. അതുകൊണ്ടാണ് ഈ നറേറ്ററിനെ ഓൾഡ് ഏജ് ഹോമിലോട്ട് ആക്കുന്നത്. And Rushika is already married, so she cannot take her to her husband's home. അതും പറ്റില്ല, അതുകൊണ്ടാണ് she is taking her to the old age home. But to the narrator, ഈ home എന്ന് പറയുന്നത് it mattered a lot to her because there were lots of memories associated with this particular home. അതുകൊണ്ട് തന്നെ ഈ വീട് ഡിമോളിഷ് ചെയ്യാന്ന് പറയുന്ന ഒരു ഐഡിയ it was intolerable to the narrator. The narrator and her husband lived together in this home and Rushika was born in this particular home. അങ്ങനെയുള്ള ഒരുപാട് മെമ്മറീസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു ഇത്. സോ ഇറ്റ് വാസ് സോ ഹാർഡ് ഫോർ ദിസ് നറേറ്റർ. ആൻഡ് ഹോം ഓഫ് ദി ഏജ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഇറ്റ് വാസ് സോ ഹോളോ ടു ദ നറേറ്റർ. വൃദ്ധസദനം എന്ന് പറയുന്ന ഒരു ഐഡിയ ഇറ്റ് വാസ് സോ ഹോളോ ടു ദ നറേറ്റർ ബിക്കോസ് ഹോം എന്ന് പറഞ്ഞാൽ ഇറ്റ് മെൻറ്റ് സെക്യൂരിറ്റി, വാംത്ത് ആൻഡ് ലവ് ഓഫ് ദി ഫാമിലി. സോ ഹോം എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഓൾവേസ് കൺസിസ്റ്റ് ഓഫ് എ ഫാമിലി ആൻഡ് ഇറ്റ് ഷുഡ് ഓൾവേസ് ബി filled with the love of family members, love, warmth and security of family members. Then only it can be called as a home. പക്ഷേ ഹോം ഓഫ് ദി ഏജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒന്നുമില്ലാത്ത ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ബിൽഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഹോം ഓഫ് ദി ഏജ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ദിസ് ഐഡിയ ഓഫ് ഹോം ഓഫ് ദി ഏജ് സീംസ് ഹോളോ ടു ദ നറേറ്റർ. പക്ഷേ ഫോർ റുഷിക ഹോം മീൻസ് മെറ്റീരിയൽ കംഫർട്ട്സ്. റുഷികയുടെ ഐഡിയ ഓഫ് കംഫർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹൈലി മെറ്റീരിയലിസ്റ്റിക്. She thinks that a big building with all the most modern amenities, എല്ലാ ടെക്നോളജീസും ഉള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ഒരു പോഷ് ഹോമാണ് അവരുടെ ഐഡിയ ഓഫ് കംഫർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് റുഷികാസ് ഹോം. സോ അൺലൈക്ക് ഹർ മദർ, റുഷിക is so materialistic that she equates comfort with all the technologies that is available around. സോ അതുകൊണ്ടാണ് ഈ പറയുന്ന ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്ത്, ഈ പറയുന്ന വീട് ഡിമോളിഷ് ചെയ്ത് ഇവളൊരു 4-storied അപ്പാർട്ട്മെൻറ്റ് ആക്കുന്നതും ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഗാർഡനൊക്കെ ഡിമോളിഷ് ചെയ്ത് അവിടെയൊക്കെ ബേർഡ് ബാത്സ് ഒക്കെ ആക്കുന്നത്. സോ ഇറ്റ് ഇസ് ആഫ്റ്റർ ടെക്നോളജി. സോ റുഷിക കംസ് ടു ഹർ ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു ടേക്ക് ഹർ ടു ദി ഓൾഡ് ഏജ് ഹോം. സോ പോകാൻ തുടങ്ങുകയാണ്. ആൻഡ് റുഷികയുടെ കാറിലേക്ക് ഈ വീൽ ചെയറിൽ ഈ പറയുന്ന നറേറ്ററിനെ കൊണ്ട് ഇരുത്തുവാണ്. ആൻഡ് നറേറ്റർ ഫീൽസ് ദാറ്റ് ഷീ ഈസ് ലൈക്ക് എ ഡെഡ് ബോഡി ബിക്കോസ് ഷീ ഈസ് ഇൻ എ നം സ്റ്റേറ്റ്. ഒരു മരവിച്ച അവസ്ഥയിലാണ് ആരിയിരിക്കുന്നത്, നറേറ്റർ ഇരിക്കുന്നത്. ബിക്കോസ് ഷീ കനോട്ട് ടോക്ക് എനിത്തിങ്, ഷീ കനോട്ട് റിയാക്ട് ടു എനിത്തിങ്. ദാറ്റ് ഇസ് വൈ ഷീ ഫീൽസ് ദാറ്റ് ഷീ ഈസ് എ ഡെഡ് ബോഡി. ആൻഡ് റുഷിക പാക്ക് ചെയ്യുന്നതിനൊപ്പം, നറേറ്ററിൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനൊപ്പം ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് എടുത്ത് വെക്കുന്നുണ്ട്. ആൻഡ് നറേറ്റർ ഫീൽസ് ദാറ്റ് ഐ ആം ജസ്റ്റ് ലൈക്ക് ദീസ് ഇമേജസ് ഇൻ ദ ഫോട്ടോഗ്രാഫ്സിലെ ഇമേജിനെ പോലെ തന്നെയാണ് ഞാനും. ബിക്കോസ് ഐ ക്യാൻ ഓൺലി വാച്ച് ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഒന്നിനും തിരിച്ചു പറയാൻ പറ്റാത്ത മിയർ ഇമേജസിനെ പോലെയാണ് ഞാനെന്നാണ് നറേറ്ററിനെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് റുഷിക ടേക്സ് ഹർ ടു ദി ഓൾഡ് ഏജ് ഹോം. ഓൾഡ് ഏജ് ഹോമിൽ റൂമിലോട്ട് കയറി കഴിയുമ്പോൾ റുഷിക പറയുന്നു ദാറ്റ് ദ റൂം ഇസ് സോ ബിഗ്, എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്, യു വിൽ ബി കംഫർട്ടബിൾ ഹിയർ എന്ന് പറയുന്നു. ദാറ്റ് ഇസ് വൈ റുഷികാസ് ഐഡിയ ഓഫ് കംഫർട്ട് ഇസ് സോ മെറ്റീരിയലിസ്റ്റിക്, ഞാൻ പറഞ്ഞതുപോലെ. സോ ഈവൻ ദോ ദ നറേറ്റർ വാണ്ട്സ് റുഷിക ടു ടേക്ക് ഹർ ഹോം, റുഷികയുടെ ഒപ്പം തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നറേറ്ററിന് ഒരിക്കലും അത് അവളോട് പറയാൻ സാധിക്കുന്നില്ല. ബിക്കോസ് എ സൈലൻസ് ഗ്രിപ്സ് ഹർ ത്രോട്ട്. ദാറ്റ് ഇസ് ദ ഐഡിയ ഓഫ് ടൈറ്റിൽ. ദാറ്റ് ഡീപ്പ് സൈലൻസ് എന്നാണ് നമ്മുടെ ടൈറ്റിൽ വരുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ്. ബിക്കോസ് ദിസ് നറേറ്റർ cannot ടോക്ക് എനിത്തിങ്, ദ നറേറ്റർ cannot റിയാക്ട് ടു എനിത്തിങ്. ഷീ ഈസ് മിയർലി ലുക്കിംഗ് അറ്റ് അല്ലെങ്കിൽ മിയർലി വാച്ചിങ് ഓൾ ദീസ് ഡ്രാമാസ് ആൻഡ് ഈസ് നോട്ട് റിയാക്ടിങ്. ബിക്കോസ് റുഷികയ്ക്ക് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഷീ ഈസ് മിയർലി വാച്ചിങ് ആൻഡ് നോട്ട് റിയാക്ടിങ്. ആ ഒരു കൈൻഡ് ഓഫ് അൺറിയാക്ടിങ് എബിലിറ്റി അല്ലെങ്കിൽ അൺറിയാക്ടിങ്
സിറ്റുവേഷനെയാണ് ഈ സൈലൻസ് ഗ്രിപ്പിംഗ് ഹെർ ടങ് എന്ന് പറയുന്നത്. So at the end of the story, Rushika leaves and the narrator sits in the room with a hollow mind and a deep silence in her throat. So ഇതൊന്നും തിരിച്ചു പറയാതെ ഒന്നും റിയാക്ട് ചെയ്യാതെ this narrator is sitting there with a numb mind and a hollow mind and Rushika leaves her there. So ഒന്നും തിരിച്ചു പറയാൻ പറ്റാതെ ഈ പറയുന്ന നറേറ്ററും ഇരിക്കുന്നു and Rushika is leaving. So basically the theme of the story is you should not be after this material comfort. Comfort എന്ന് പറയുന്നത് എപ്പോഴും it is associated with the love of the people who is around you. ആൻഡ് എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനായിരിക്കില്ല കംഫർട്ട് തരാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലവ് ആൻഡ് കെയർ ആൻഡ് വാംത്ത് ഓഫ് ദി പീപ്പിൾ ദാറ്റ് ഇസ് ഡിയർ ടു യു. സോ അതുകൊണ്ട് തന്നെ ദ ഓഥർ ഇസ് കൺവേയിങ് ദാറ്റ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ ഡിയർ വൺസ്, no matter how old they are, no matter how sick they are, no matter how helpless they are.